ധ്രുവ് കാറിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് കയറുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കി. ദേവു കാറിൽ നിന്നും ഇറങ്ങിയിരുന്നു. അപ്പോഴേക്കും അവിടേക്ക് സ്റ്റാലിനും മീനുവും ആദിയും വിന്ദയും വന്നു. അപ്പോഴാണ് അവിടേക്ക് ഒരു കാർ ചീറിപ്പാഞ്ഞു വന്നു നിന്നത്. എല്ലാവരും അവിടേക്ക് നോക്കി. ആ കാറിൽ നിന്നും മാധവനും മീരയും കൃഷ്ണനും ഇറങ്ങി. ദേവു ഒന്ന് ഞെട്ടിക്കൊണ്ട് അവിടേക്ക് തന്നെ നോക്കി. മീരയും കൃഷ്ണനും മാധവനും ദേവുവിൻ്റെ അടുത്തേക്ക് വന്നു നിന്നു. മകളുടെ കഴുത്തിൽ കിടക്കുന്ന താലിയും നെറ്റിയിലായി പടർന്ന സിന്ദൂരവും കണ്ട് മീര നെഞ്ചിൽ കൈവച്ചു. മോളെ ദേവു, എന്തൊക്കെയാ ഇത്? എന്തിനാ മോളെ നീ ഇങ്ങനെ ഞങ്ങളോട് ചെയ്തേ? മീര ചോദിച്ചു. അമ്മേ, അത് ഞാൻ... ദേവു പൊട്ടിക്കരഞ്ഞുപോയി. ആ, ഇനി നടന്നത് നടന്നു. ആ താലി വലിച്ചു പൊട്ടിച്ചേക്ക്. എന്നിട്ട് മോൾ കൂടെ വാ. ഇവനൊരു തെമ്മാടിയാ. ഒരു വിലയും ഇല്ലാത്ത ഇവൻ കെട്ടിയ താലിക്കും ഒരു വിലയും കൊടുക്കണ്ട, മാധവൻ പറഞ്ഞു. താനാണോ അത് പറയേണ്ടത്? ഒന്ന് വിളിച്ചു നോക്ക്, അവൾ വരുമെങ്കിൽ കൊണ്ടുപോക്കോ, ധ്രുവ് പറഞ്ഞു. ഞങ്ങൾ വിളിച്ച ഞങ്ങളുടെ മോൾ വരാതെ ഇരിക്കോ? നീ വാ മോളെ. കൃഷ്ണൻ ദേവുവിൻ്റെ കൈ പിടിച്ചു. ദേവു ധ്രുവൻ്റെ മുഖത്തേക്ക് നോക്കി. അവിടെ ഒരു പുച്ഛച്ചിരി നിറഞ്ഞു നിന്നു. വന്നിട്ട് എന്തിനാ അച്ഛേ? ദേവു ചോദിച്ചു. പറഞ്ഞു വെച്ച കല്യാണം നടത്താം. ഇവനെ ജനിപ്പിച്ച അച്ഛൻ പറയുന്നത് കേട്ടില്ലേ? ഒരു തെമ്മാടിയാണിവൻ. പിന്നെ എന്തിനാ മോളെ ആ താലി ഇട്ടോണ്ട് നീ ഇവൻ്റെ കൂടെ ജീവിക്കുന്നത്? വലിച്ചു പൊട്ടിച്ചു കളാം, മീര പറഞ്ഞു. അമ്മായി ഒരു സ്ത്രീയല്ലേ? എന്നിട്ടും എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നു? വിന്ദ ചോദിച്ചു. എൻ്റെ ഭർത്താവ് ഒരു തെമ്മാടിയല്ല, കണ്ട പെണ്ണുങ്ങളായി കിടന്നിട്ടില്ല, മീര പറഞ്ഞു. നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഞാൻ പെണ്ണുങ്ങളുടെ കൂടെ കിടപ്പാണ് എന്ന്? ധ്രുവ് ചോദിച്ചു. ഡാ, തെമ്മാടിത്തരം കാണിച്ചിട്ട് നിന്ന് ന്യായം പറയുന്നോ? മോളെ ദേവു, നീ വാ. ഇവൻ്റെ കൂടെ നീ ജീവിക്കണ്ട. ഇവൻ ഒരിക്കലും നന്നാവില്ല. നീ ഈ തെമ്മാടിയുടെ ഒപ്പം നിന്നാൽ നിന്റെ ജീവിതവും നശിക്കും, മാധവൻ പറഞ്ഞു. ഞാൻ വരുന്നില്ല, ദേവു പറഞ്ഞു. മോളെ, മീര വിളിച്ചു. ഞാൻ വരുന്നില്ലമ്മ. എനിക്കെൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചാൽ മതി. എത്ര വലിയ തെമ്മാടിയാണേലും എത്ര പെണ്ണുങ്ങളുടെ കൂടെ കിടന്നിട്ടുണ്ടെങ്കിലും ഈ താലി എന്ന പവിത്രമായ വസ്തു ഇയാൾ ചാർത്തിയത് എൻ്റെ കഴുത്തിലാണ്. ശരീരസുഖം നൽകുന്നതല്ല താലിബന്ധം, അതൊരു അമൂല്യമായ ബന്ധമാണ്. ഈ താലി പൊട്ടിച്ചെറിഞ്ഞ് ഇനി മറ്റൊരു ജീവിതം എനിക്ക് വേണ്ട, ദേവു പറഞ്ഞു. ധ്രുവൻ്റെ മുഖത്ത് ഒരു വിജയച്ചിരി നിറഞ്ഞു. ആദിയും വിന്ദയും മുഖത്തോട് മുഖം നോക്കി ഒന്ന് ചിരിച്ചു. സ്റ്റാലിൻ മീനുവിനെ നോക്കി. അവളുടെ മുഖത്ത് പേടിയാണ് ഉണ്ടായിരുന്നത്. പിന്നെ എന്തിനാടി നീ ഇവനെ മറക്കാമെന്ന് പറഞ്ഞത്? വേറെ കല്യാണം കഴിച്ചോളാം എന്നും പറഞ്ഞത്? ഇപ്പോൾ ഞങ്ങൾ നാണം കെട്ടില്ലേ? നീ ഇങ്ങനെ ഒരു ചതി ഞങ്ങളോട് ചെയ്യണമായിരുന്നു, കൃഷ്ണൻ ചോദിച്ചു. അച്ഛാ, ഇയാളടക്കം എല്ലാവരും എന്നെ ചതിച്ചു. മീനു, അവൾക്ക് മാത്രം ഒന്നും അറിയില്ലായിരുന്നു. ബാക്കി എല്ലാവരും എല്ലാം അറിഞ്ഞുകൊണ്ട് എന്നെനിക്ക് മനസ്സിലായി. ഈ താലി എൻ്റെ കഴുത്തിൽ വീഴണമെന്ന് ഞാനൊരു നിമിഷം പോലും അപ്പോൾ ആഗ്രഹിച്ചിരുന്നില്ല. ഒരു കാലത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു ഈ താലി. ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്നാലും എൻ്റെ ഭർത്താവാണ്. ഞാൻ വരില്ല. ഇവിടെ എനിക്ക് നരകമാണേലും അതിൽ കിടക്കും ഞാൻ. ദേവു പറഞ്ഞു തീരും മുന്നേ ധ്രുവ് അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു. ദേവു ഒരു ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവനൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞത് കേട്ടല്ലോ, ബലമായി എൻ്റെ ഭാര്യയെ ഇവിടുന്ന് കൊണ്ടുപോകാമെന്ന് കരുതണ്ട. പിന്നെ ഇവിടെ നരകമാണേലും ഈ താലി കഴുത്തിൽ കയറിയത് കൊണ്ട് ഇവൾ അത് അനുഭവിക്കും എന്ന് പറഞ്ഞു. അതൊക്കെ ശരി തന്നെയാണ്. ഇവൾക്ക് നരകമാണ് ഞാൻ, ധ്രുവ് പറഞ്ഞു. ദേവു മുഖം കുനിച്ചു നിന്നു. മീരയും കൃഷ്ണനും മാധവനും കൂടെ അവിടെ നിന്നും പിന്തിരിഞ്ഞു നടന്നു. കാറിൻ്റെ ഡോർ തുറന്നതും അടക്കുന്നതുമായ സൗണ്ട് കേട്ടിട്ടും ദേവു മുഖമുയർത്തി നോക്കിയില്ല. കാർ ആ മുറ്റത്ത് നിന്നും പാഞ്ഞുപോയി. ദേവു അടുത്ത നിമിഷം ധ്രുവനിൽ നിന്നും അകന്നു നിന്ന് മാറി. ദേവു, വിന്ദ വിളിച്ചു. മിണ്ടരുത് നീ. നിനക്ക് എങ്ങനെ തോന്നി ഇങ്ങനെയൊരു കാര്യം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കാൻ? ദേവു ചോദിച്ചു. അത് പിന്നെ നിന്റെ നല്ലതിന് വേണ്ടി, വിന്ദ പറഞ്ഞു. നല്ലതോ? നമ്മളെ വളർത്തി വലുതാക്കിയ അച്ഛനും അമ്മയും എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ ജീവിക്കണമെന്നേ ആഗ്രഹിക്കൂ. അതിപ്പോൾ അവർക്ക് ഇഷ്ടമല്ലാത്ത ഒരാളെ നമ്മൾ കല്യാണം കഴിച്ചാലും നമ്മൾ സന്തോഷമായിരിക്കണം, അതായിരിക്കും അവരുടെ ചിന്ത. ആ അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്ത് നോക്കി ഈ തെമ്മാടി, ഇയാൾ പറഞ്ഞത് കേട്ടില്ലേ? എനിക്കിവിടെ ഒരു നരകമായിരിക്കുമെന്ന്. ഇതാണോ എൻ്റെ നല്ലത് എന്ന് നീ പറഞ്ഞത്? ആദിയേട്ടാ, ചാച്ചാ, ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തേ എന്നോട് ഇങ്ങനെയൊരു ചതി ചെയ്യാൻ? ദേവു ചോദിച്ചു. അത് മോളെ, അവൻ ആകാശ്, അവൻ അത്ര നല്ലവനല്ല. അത് പറഞ്ഞപ്പോൾ മോൾ മനസ്സിലാക്കിയില്ല. പിന്നെ ഇങ്ങനെയൊരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ഒഴിഞ്ഞു പോണം, അത്രയേ ഉള്ളൂ, സ്റ്റാലിൻ പറഞ്ഞു. ഇതാണ് എൻ്റെ വിധി. ഐ അക്സെപ്റ്റ് ദാറ്റ്. പക്ഷേ ഇയാളുടെ കൂടെ കിടക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് വേറെ റൂം വേണം. നീ എന്നോടിനി മിണ്ടാനായി വരരുത്, മിത്രവിന്ദേ, ദേവു പറഞ്ഞു. നീ എൻ്റെ കൂടെ അങ്ങ് കിടന്നാൽ മതിയടി, ധ്രുവ് പറഞ്ഞു. ധ്രുവ, വേണ്ടടാ. മോളെ ദേവു, നിനക്ക് വേറെ ഒരു റൂം തരാം, സ്റ്റാലിൻ പറഞ്ഞു. ദേവു ഒന്ന് മൂളി. വാ ദേവു, ഞാൻ കാണിച്ചു തരാം റൂം. എൻ്റെ ഇടാത്ത ഡ്രസ്സുണ്ട്, ഞാൻ തരാം, മീനു പറഞ്ഞു. നീ വിഷമിക്കേണ്ട മീനുട്ടി.
എനിക്ക് കുഴപ്പമൊന്നുമില്ലാട്ടോ, ദേവു പറഞ്ഞു. എനിക്കൊന്നും അറിയില്ലായിരുന്നടി. അങ്ങനെ ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യില്ല, മീനു ദേവുവിനെ റൂമിലേക്കാക്കിക്കൊണ്ട് പറഞ്ഞു. ദേവു ഒന്ന് പുഞ്ചിരിച്ചു. ഇതാ നിനക്കുള്ള റൂം, ഞാനിപ്പോൾ ഡ്രസ്സ് കൊണ്ടുവന്ന് തരാം, മീനു പറഞ്ഞു. ദേവു ആ റൂമിൽ കയറി വാതിലടച്ചു. മീനു ഒരു നിമിഷം അവിടെ നിന്നുകൊണ്ട് തിരിഞ്ഞു. ആ റൂമിൻ്റെ മുന്നിൽ നിന്ന് അവളുടെ മുറിയിലേക്ക് പോയി. നീ എന്തിനാ ധ്രുവ അങ്ങനെയൊക്കെ പറയാൻ പോയേ? അതുകൊണ്ടല്ലേ അവൾക്ക് കൂടുതൽ വിഷമമായേ? അവളുടെ സമ്മതമില്ലാതെയാണ് താലി കെട്ടിയത്. ആ കാര്യം നീ മറക്കരുത്, ആദി പറഞ്ഞു. പിന്നെ അവൾ പറയുന്നത് കേട്ടോണ്ട് നിൽക്കാനാണോ? ആ മാധവൻ എന്ന് പറയുന്ന ആൾ പറഞ്ഞത് കേട്ടില്ലേ നീ? എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റൂ? ആദി, അവൾക്ക് വിഷമമാവട്ടെ, ധ്രുവ പറഞ്ഞു. ദേവു ഇനി എന്നോട് മിണ്ടില്ല. വിളിച്ചത് കേട്ടില്ലേ, മിത്രവിന്ദ എന്ന്. വിന്ദ നിറകണ്ണുകളോടെ പറഞ്ഞു. ഏയ് കുഞ്ഞാറ്റേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നീ ഇതുപോലെ ഇങ്ങനെ വിഷമിക്കല്ലേ, സ്റ്റാലിൻ പറഞ്ഞു. എന്തായാലും ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല. ദേവേട്ട, എന്നെ വീട്ടിൽ കൊണ്ടാക്കിക്കോ, വിന്ദ ചോദിച്ചു. മിത്ര, നീ സോറി പറഞ്ഞാൽ അവളുടെ വിഷമം തീരും. അങ്ങനെ മാറിപ്പോയാൽ ദേവുവിന് വിഷമം കൂടുതലാവും. നീ ചെന്നൊരു സോറി പറഞ്ഞേക്ക്, കാര്യം തീർന്നു. എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ആദി പറഞ്ഞു. വേണ്ട, എനിക്ക് വീട്ടിൽ പോയാൽ മതി. ദേവേട്ടൻ വാ, എന്നെ കൊണ്ടാക്ക്, വിന്ദ പറഞ്ഞു. നീ ഒന്ന് ചെല്ല് മോളെ, എന്നിട്ട് വീട്ടിൽ പോകാം. ദേവു പാവമല്ലേ, സ്റ്റാലിൻ പറഞ്ഞു. എന്തിനാ? ഈ പാവമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അവളെ ഈ അവസ്ഥയിലാക്കുമ്പോൾ. നീ ദേവുവിൻ്റെ കൂടെ നടന്നിരുന്നവളല്ലേ കുഞ്ഞാറ്റെ? നീ അവളെ കൂടെ നിന്ന് ചതിച്ച പോലെ ആയില്ലേ? സോറി പറഞ്ഞാൽ മാറുന്നതാണോ? എല്ലാത്തിനും ഒരു പരിഹാരമാണോ സോറി പറയല്? നീ അവളുടെ അടുത്ത് പോവണ്ട. നീ ഇനി ചെന്നിട്ട് അവളെ കൂടുതൽ വിഷമിപ്പിക്കണ്ട. ആ പാവം അവിടെ ഇരുന്നോട്ടെ, മീനു പറഞ്ഞു. അതും പറഞ്ഞു മീനു അവിടെ നിന്നും പോയി. വിന്ദ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങി നടന്നു. ആദി സ്റ്റാലിനെയും ധ്രുവനെയും നോക്കിക്കൊണ്ട് വേഗം പുറത്തേക്ക് നടന്നു. മീനു കൊണ്ടുവന്നു കൊടുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് ദേവു ബാത്റൂമിൽ നിന്നും ഇറങ്ങി. അവൾ അവിടെ അഴിച്ചുവെച്ച സാരിയിലേക്ക് നിറഞ്ഞ കണ്ണുകളോടെ നോക്കി. ഇതെടുത്ത് ഉടുക്കുമ്പോൾ അറിയില്ലായിരുന്നു ഇതെൻ്റെ കല്യാണ സാരി ആകുമെന്ന് ദേവു ഓർത്തു. അവൾ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നുകൊണ്ട് ഒരു ദീർഘനിശ്വാസത്തോടെ കണ്ണാടിയിലേക്ക് നോക്കി. അവൾ കഴുത്തിൽ കിടക്കുന്ന താലി കയ്യിലെടുത്തിട്ട് നോക്കി. ദേവുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നെറ്റിയിൽ വെള്ളത്തിൽ കുതിർന്ന കുങ്കുമത്തിലായി അവൾ വിരലോടിച്ചു. ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ ജീവിതം എങ്ങനെ മാറുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഈ താലി ആഗ്രഹിച്ചതല്ലേ? ഇത് കെട്ടിയ ആളെ ഒരു കാലത്ത് താൻ പ്രണയിച്ചതല്ലേ? ഇപ്പോൾ പ്രണയിക്കുന്നില്ലേ? പക്ഷേ ഇങ്ങനെയൊരു വാശിയാണോ തൻ്റെ പ്രണയം? ദേവു ഓർത്തു. ഓർക്കുംതോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. എന്നാൽ അടുത്ത നിമിഷം ദേവുവിൻ്റെ വാതിൽ ആരോ മുട്ടുന്നത് കേട്ടു. ദേവു വാതിലിലേക്ക് നോക്കി. അവിടെ അപ്പോഴും ശബ്ദം കേട്ടുകൊണ്ടിരുന്നു. ദേവു ചെന്ന് വാതിൽ തുറന്നു. ധ്രുവ ആയിരുന്നു മുന്നിൽ. ദേവു വാതിൽ വലിച്ചടക്കാൻ ശ്രമിച്ചതും അവൻ വാതിലിൽ പിടിച്ചു തള്ളി അവളെ കടന്ന് അകത്തു വന്നു.